വിശദമായ വാർത്തയിലേക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ. തനിക്കെതിരായ UAPA കേസ് നിലനിൽക്കില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ സ്വപ്ന സുരേഷിന്റെ വാദം. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, എന്താണ് സ്വപ്ന സുരേഷ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, ഇതിൽ പ്രധാനമായും തന്നെ ഇവർ പറയുന്നത് UAPA ചുമത്തിയതിനെതിരെ സമർപ്പിച്ച ഹർജി അത് തള്ളിയ NIA കോടതി നടപടിക്കെതിരെയാണ് ഇവർ അപ്പീലിൽ നൽകിയിരിക്കുന്നത്. തനിക്കെതിരായ UAPA കേസ് നിലനിൽക്കില്ലെന്നും അതിന് തെളിവില്ലെന്നുമാണ് പ്രധാനമായും തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കേസിന്റെ വിചാരണ അനന്തമായി നീളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേസിന്റെ ഒരു വിചാരണ എന്നത്തേക്ക് ആരംഭിക്കുമെന്നത് അതുപോലും ഒരു വ്യക്തതയില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മാസങ്ങളായി താൻ ജയിലിൽ കഴിയുകയാണ്. ഈ ഒരു സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതായത് വിചാരണ അടക്കം എന്ന് തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് തനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് പറയുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അവർ പ്രധാനമായും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ സ്വപ്ന സുരേഷ് ജാമ്യാപേക്ഷയുമായി NIA പ്രത്യേക കോടതിയും സമീപിച്ചിരുന്നു. എന്നാൽ അത് തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ നാൾവഴികളിൽ, അത് 1 വർഷം പൂർത്തിയാക്കുന്ന ആ ദിവസങ്ങളിലാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ധന്യ. ശരി, നന്ദി ഡാനി. മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു. മുംബൈ ബാന്ദ്രയിലെ ഹോളി ഫെയ്ത്ത് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു. കെപി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അദ്ദേഹത്തെ എങ്ങനെ ഓർക്കാം? അദ്ദേഹം അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. എന്താണ് വിവരങ്ങൾ? ധന്യ, 2018 ജനുവരി 1 ഭീമ കൊറഗാവിൽ ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന എൽഗാർ പരിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മാവോവാദികളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമി, സുധീർ ധവല ഉൾപ്പെടെയുള്ളവരെ മറ്റുമൊക്കെ പ്രതി ചേർക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. ദേശീയ തലത്തിൽ തന്നെ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തിരുന്നു. NIA ആണ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. പിന്നീട് ഈ അറസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 83 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കേസിൽ അറസ്റ്റിലാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയായിരുന്നു സ്റ്റാൻ സ്വാമി എന്നുള്ളതാണ് പ്രത്യേകത. ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ആണ് അദ്ദേഹം. എന്നാൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല, ജയിലിൽ ഉൾപ്പെടെ എന്നുള്ള ഒരു ആക്ഷേപമായിരുന്നു പിന്നീട് ഉയർന്നു വന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. പരസഹായം കൂടാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ, അതായത് പ്രാഥമിക കർമ്മങ്ങൾ അടക്കം പോലും നിർവഹിക്കാൻ പറ്റാത്തത്ര മോശമായ ഒരു സാഹചര്യമായിരുന്നു സ്റ്റാൻ സ്വാമിയുടേത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചത്. ഇന്ന് ഹൈക്കോടതി മുമ്പാകെയാണ് ഇത്തരത്തിൽ സ്റ്റാൻ സ്വാമി വിട വാങ്ങിയിരിക്കുന്നു എന്ന കാര്യം അഭിഭാഷകൻ അറിയിച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇനി ഏത് തരത്തിലാണ്, അതായത് കോവിഡ് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ആർക്കാണ് വിട്ടുകൊടുക്കുക, ബന്ധുക്കൾക്ക് കൈമാറുന്നുണ്ടോ, അല്ലെങ്കിൽ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. പക്ഷേ മുംബൈയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വിയോജിപ്പില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും അഭിലാഷ്, ഈ തലോജ ജയിലിലൊക്കെയുള്ള സമയത്ത് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ചികിത്സയൊന്നും ലഭിച്ചിരുന്നില്ല, ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അദ്ദേഹം വളരെ മോശമുള്ള ആരോഗ്യാവസ്ഥയിൽ പോലും ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്ന് കേട്ടിരുന്നല്ലോ. തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം നിലനിന്നിരുന്നു. ആരോഗ്യനില വളരെ മോശമായ പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹത്തിന് ഇളവുകൾ അനുവദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. പിന്നീട് ആരോഗ്യനില കൂടുതൽ
വഷളായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയ പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തത്. വളരെ മോശമായ തുടരാമോ? ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജീവിതകാലമെല്ലാം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെച്ചു. കേസിൽ അറസ്റ്റിലാവുന്നു, മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഓർക്കുന്നു? അത് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു പുരോഹിതനായിരുന്നു സ്റ്റാൻ സ്വാമി എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പ്രവർത്തന മേഖല എന്തായിരുന്നു, അദ്ദേഹം ആരായിരുന്നു, എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആരെ വേണമെങ്കിലും ഭീകരനെന്ന് ചാപ്പകുത്തി ജയിലിൽ ആക്കുന്നതിന്, അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് ഭരണകൂടത്തിന് കഴിയും എന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒടുവിൽ കോടതിക്ക് പോലും ഇടപെടുന്നതിനോ ആ പുരോഹിതന് ആവശ്യമായ സഹായം എത്തിക്കുന്നതിനോ കഴിഞ്ഞില്ലല്ലോ. എന്താണ് നമ്മുടെ ജുഡീഷ്യറിയുടെ സമീപനം? എന്താണ് ഭരണകൂടത്തിന്റെ മൊത്തത്തിലുള്ള സമീപനം? 84 ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ കവി വരവര റാവുവിന്റെ കാര്യമാണെങ്കിലും നമുക്ക് ഇങ്ങനെ നിർത്താതെ കുറെ പേരുകൾ പറയാനുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? വീൽ ചെയറിൽ മാത്രം ചലിക്കാൻ കഴിയുന്ന ചില ആളുകൾ പോലും ആ കൂട്ടത്തിലില്ലേ? പ്രായാധിക്യം മൂലം സ്റ്റാൻ സ്വാമി മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് യുക്തം എന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നതിനും അതിന്റെ ജീവിതം പൂർണ്ണമായും ജീവിക്കുന്നതിന്, ഒടുവിൽ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഇടത്ത്, പരിസരത്ത് അതിനെക്കുറിച്ച് സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കില്ലേ? നമ്മുടെ ഭരണഘടനയിൽ അനുച്ഛേദം 21 പറയുന്നത് എന്ത്? അതിന്റെ വിശദീകരണം എന്ത്? അത് നൽകുന്ന അവകാശങ്ങൾ എന്ത്? അത് നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? സ്റ്റാൻ സ്വാമിയുടെ കാലം കഴിഞ്ഞു. പക്ഷെ നമുക്ക് വലിയ തോതിലുള്ള നിസ്സഹായതയാണ് അനുഭവപ്പെടുന്നത്. ഇപ്രകാരം ഒരു വ്യക്തിയെ, അറിയപ്പെടുന്ന വ്യക്തിയെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നിയമത്തിനും നിയമവ്യവസ്ഥയ്ക്കും കഴിയും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റും അതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏതാണ്ട് 5 പതിറ്റാണ്ടോളം മനുഷ്യാവകാശ പ്രവർത്തനം, പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പറയുന്ന UAPA ഇല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധമൊക്കെ ചുമത്തി ജയിലിലാക്കപ്പെടുന്ന സാധാരണക്കാരുടെ അവസ്ഥ കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതില്ലേ? അതെ, നമ്മൾ അവരെ, ആ പാവങ്ങളെ, അവരാണല്ലോ ഈ വി ദ പീപ്പിൾ എന്ന് പറയുന്നത്, അവരല്ലേ? അവരുടെ അവസ്ഥ ഇതാണോ? ആ അവസ്ഥയാണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത്, ആകുലചിത്തരാക്കുന്നത്. ആർക്കും എന്തും സംഭവിക്കാം എന്ന അവസ്ഥ. എന്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? അതൊന്നും വേണ്ട. അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയും. ആരുടെയും സ്വാതന്ത്ര്യം മാത്രമല്ല, ആരുടെയും ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ സ്റ്റാൻ സ്വാമി മാറിയിരിക്കുകയാണ്. അതെ, ഈ ചികിത്സ വൈകിക്കുക, അതിപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. വരവര റാവു ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്കൊന്ന് മാറ്റുന്നത്, അതും കോവിഡ് വന്നതിന് ശേഷമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പം ജയിലിൽ ഏതൊക്കെ കേസിലാണ് പ്രതികൾ കിടക്കുന്നതെങ്കിൽ പോലും അവരുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം അതുപോലും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല ഈ കേസിൽ കൂടി മനസ്സിലാക്കേണ്ടത്. അതെ, അവിടെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഭരണകൂടത്തെയോ പോലീസിനെയോ മാത്രമല്ല. ഒടുവിൽ വൈകിയാണെങ്കിലും ജുഡീഷ്യറിയുടെ മുന്നിൽ ആ വിഷയം എത്തിയതല്ലേ? കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആശുപത്രിയിലേക്ക് മാറ്റാനും ആശുപത്രിയിൽ തുടരട്ടെ എന്ന് പറയുന്നതിനും അപ്പുറം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? 84 വയസ്സുള്ള ഒരു വ്യക്തി, ഇത് ആരുമായിക്കൊള്ളട്ടെ, പുരോഹിതനോ അല്ലാതെ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് പരസഹായം കൂടാതെ നിവർന്ന് നിൽക്കാൻ പോലും കഴിയില്ല. ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോട് അടുപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ വ്യക്തി ഒരു പേപ്പർ സ്ട്രോ ചോദിച്ചിട്ട് പോലും നിരാകരിച്ച ജയിൽ അധികൃതർ, അതിനോട് വളരെ നിർവികാരമായി പ്രതികരിച്ച കോടതി. എന്തിനാണ് ഈ കോടതിയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നുണ്ട്. ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളൊരു ഭരണഘടന തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഇച്ഛിക്കുന്നതും നിശ്ചയിച്ചതും ഈ രീതിയിലുള്ള ജീവിതമല്ല. ശരി, വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്. KP അഭിലാഷ് വീണ്ടും ചേരുന്നു. അഭിലാഷ്, ഈ മൗലികാവകാശങ്ങൾ പ്രത്യേകിച്ച് UAPA വകുപ്പുകൾ ഒക്കെ കാണിച്ചുകൊണ്ട് സ്റ്റാൻ സ്വാമി ഹൈക്കോടതിയിലൊക്കെ പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വാർത്തയായിരുന്നു. ആ സമയത്ത് പോലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായ സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് എന്നാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാണോ? കാരണം ഇത്രയും മോശം ആരോഗ്യാവസ്ഥ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ തുടർന്നു. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു, അല്ലേ?
ധന്യ തലോജ സെൻട്രൽ ജയിലിൽ ആയിരുന്ന സ്റ്റാൻസ്വാമിയെ മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മെയ് 28-നാണ് ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ വെച്ച് സ്റ്റാൻസ്വാമിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ ഹൈക്കോടതിയെ അഭിഭാഷകൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മെയ് 28-ന് 2 ആഴ്ചത്തെ ചികിത്സ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുംബൈ ഹൈക്കോടതി അദ്ദേഹത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുമതി നൽകിയത്. അതേസമയം പിന്നീട് കോടതിയെ അദ്ദേഹത്തിന്റെ ചികിത്സ പൂർത്തിയായിട്ടില്ല എന്ന് അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ജൂലൈ, അതായത് ഈ അടുത്ത ദിവസം വരെ ഇദ്ദേഹത്തിന് തുടരാം, നാളെ വരെ ആശുപത്രിയിൽ തുടരാം എന്നുള്ള ഒരു അനുമതിയും മുംബൈ ഹൈക്കോടതി നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അഭിഭാഷകർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം, ആ അറസ്റ്റിലാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 83 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഒരു കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയെ അറിയിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-നാണ് NIA അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അന്നു മുതൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നു എന്ന് തന്നെയായിരുന്നു കോടതിയെ സ്റ്റാൻസ്വാമി ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മെയ് മാസത്തിൽ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് അവിടെ ഒരു ഉത്തരവ്, അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ അറിയിച്ചിരുന്നല്ലോ സ്റ്റേറ്റിനെ. മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്കൊക്കെ കത്ത് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടി ഇല്ലെങ്കിൽ ആ സമയത്തൊന്നും മാറ്റിയിരുന്നില്ലേ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്? തന്നെ ആ സമയത്ത് ഒന്നും തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നില്ല. കാരണം ജയിലിൽ തന്നെ ചില വൈദ്യസഹായങ്ങളും മറ്റുമൊക്കെ നൽകുന്നുണ്ട് എന്നും അത് തൃപ്തികരമാണ് സ്റ്റാൻസ്വാമിക്ക് എന്നുമുള്ള നിലപാട് തന്നെയായിരുന്നു അധികൃതർ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ഇത്തരം കേസുകളിൽ വലിയ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് NIA ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഭീമ കൊറഗാവിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന എൽഗാർ പരിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരായ കുറ്റം. ഇദ്ദേഹത്തെ മാത്രമല്ല മറ്റ് നിരവധി ആളുകൾ, സുധീർ ദാവ്ല, ഷോമ സെൻ, റോണ വിൽസൺ, സുധാ ഭരദ്വാജ്, ഗൗതം നഗ്ൽവെ ഉൾപ്പെടെ വരവര റാവു ഉൾപ്പെടെ തുടരാമോ? ശ്രീ ബിനോയ് വിശ്വം കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഏറ്റവും നല്ല നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില, അദ്ദേഹം എങ്ങനെയായിരുന്നു ഇരുന്നത്, അദ്ദേഹത്തിന്റെ അവസ്ഥകൾ എന്തൊക്കെയായിരുന്നു, നമുക്കിതെല്ലാം അറിയാം. ഇപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ആരോപണ വിധേയരായവരെ നിരപരാധിയായി കാണണമെന്നൊക്കെയുള്ള ക്രിമിനൽ ന്യായ വ്യവസ്ഥയുണ്ട്. അവിടെ പോലും ഒരു നീതി ലഭിച്ചില്ല, ആരോഗ്യം മോശമായിട്ട് പോലും ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യാവകാശങ്ങളോട് തരുമ്പ് പോലും നീതി കാണിക്കാത്ത മനുഷ്യത്വത്തെ എന്നും കാവങ്ങൾ അകറ്റു നിർത്തിയാണ് മോഡി ഗവൺമെന്റിന്റെ കിരാതമായ നയങ്ങളുടെ രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ സംഘടനകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലം നമുക്കറിയാം. ഏതാണ്ട് ഒരു 50 വർഷമായിട്ട് അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടിയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുവേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച്, അതായത് ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിനെ നിരോധിത സംഘടനകളുമായി ബന്ധപ്പെടുത്തി ജയിലിലടയ്ക്കുന്ന ഒരു രീതി, അത് ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ എത്ര പേരാണെന്ന് അറസ്റ്റിലായതെന്ന് നമുക്കറിയാം. നമുക്കറിയാവുന്നവരും അല്ലാത്തവരുമായ മനുഷ്യാവകാശ പ്രവർത്തകരെ നിരവധി പേരെയാണ് ജയിലിലിട്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ആരോഗ്യത്തിന് പോലും ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നല്ലേ ഓരോ കേസുകളും നമുക്ക് മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ബിനോയ് വിശ്വത്തിന്റെ കോൾ കട്ടായിരിക്കുന്നു. ആരോഗ്യ കാരണങ്ങളെ തുടർന്നായിരുന്നു ജാമ്യം അനുവദിക്കണമെന്ന് നേരത്തെ സ്റ്റാൻസ്വാമി ആവശ്യപ്പെട്ടിരുന്നത്. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നിരവധി പേരാണ് ജയിലിൽ ഈ ഒരു കുറ്റം, അതായത് സംഘടനകളിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തു പറയുന്നവരെ നിരോധിത സംഘടനകളുമായൊക്കെ ബന്ധപ്പെടുത്തി അവരെ ജയിലിലടയ്ക്കുന്ന, അവർക്ക് എതിരെ UAPA ചുമത്തുന്ന, മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിക്കുന്ന തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ട് പോലും ആശുപത്രിയിലേക്ക് മാറ്റാൻ ജയിൽ അധികൃതരോ ഇല്ലെങ്കിൽ ആ സർക്കാരോ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എത്രത്തോളം ലംഘിക്കപ്പെടുകയാണ് മനുഷ്യാവകാശങ്ങൾ? മനുഷ്യാവകാശം എന്ന വാക്ക് മോഡിയുടെ ഇന്ത്യയിൽ ഒരു ചീത്ത വാക്കായി മാറിക്കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. അശ്ലീല പദം പോലെയാണ്
അവർ മനുഷ്യാവകാശങ്ങളെ കാണുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആരെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ അവർ ദേശവിരുദ്ധരായി, അപ്പോൾ അവരുടെ പേരിൽ സന്ദേശം കേസ് വരും, അല്ലെങ്കിൽ UAPA വരും, അവർ ജയിലിലടയ്ക്കും, അവർ പീഡിപ്പിക്കും. അവർക്ക് അസുഖം വന്നാൽ പ്രായത്തെ പോലും മാനിക്കില്ല, ചികിത്സ കൊടുക്കില്ല. ഇതിൽ എത്രയോ കാലമായി കാണുന്നു. ആ നയത്തിന്റെ ബലിയാടാണ് സ്വാമി എന്ന് പറയുന്നത്. ക്രിസ്തു അദ്ദേഹത്തെ കാത്തിരിച്ചു. നിന്ദിതരുടെയും പീഡിതരുടെയും നിരാശയരുടെയും കൂടെയാണ് തന്റെ സ്ഥാനമെന്ന് എപ്പോഴും പറഞ്ഞ ക്രിസ്തുവിന്റെ വഴി പിൻപറ്റിക്കൊണ്ടാണ് സ്വാമി ജീവിച്ചത്. സ്വാമി ജസ്യൂട്ട് പരമ്പരയിൽപ്പെട്ട വൈദികനായിരുന്നു, പുരോഹിതനായിരുന്നു. ക്രിസ്തുവിനെ വായിക്കാൻ, ക്രിസ്തുവിനെ പഠിക്കാൻ, ക്രിസ്തു പിൻപറ്റാൻ എല്ലാം ശ്രമിക്കുന്ന ആ വൈദിക പരമ്പരയിൽപ്പെട്ട സ്വാമി തന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടെത്തിയത് ആദിവാസികൾക്കിടയിലുള്ള പ്രവർത്തനമായിരുന്നു. ആദിവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, അവരുടെ ജീവിത സൗകര്യങ്ങളുടെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആദിവാസിക്കൊപ്പം നിലകൊണ്ട കുറ്റമാണ് സ്വാമി ചെയ്തത്. അതിനേക്കാളും വലിയ കുറ്റം ആദിവാസികളെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുന്നതാണ്. വനങ്ങൾ അതെ, നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഇവിടെ സർക്കാർ ഇല്ലെങ്കിൽ പോലീസ് വിഭാഗം എന്തൊക്കെയുള്ളത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ഇടപെടൽ പോലും, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് അറിയിച്ചിട്ട് പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഈ കേസ് മാറ്റിവെക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വത്തിന്റെ കോൾ കട്ടായി. PC വിഷ്ണുനാഥ് MLA ചേരുന്നു. ശ്രീ വിഷ്ണുനാഥ്, താങ്കൾ അറിഞ്ഞിരിക്കും വലിയ തരത്തിലുള്ള ഒരു മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നു, കുറച്ചു പേരെ ജയിലിൽ അടയ്ക്കുന്നു, അതിനുശേഷം ഇവരുടെ ആരോഗ്യാവസ്ഥ വ്യത്യാസമുണ്ടായില്ലെങ്കിൽ വളരെ മോശമായാൽ പോലും ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കാതെ അത്തരത്തിലൊരു മരണമാണ് ശ്രീ ഫാദർ സ്റ്റാൻസ്വാമിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നോ പെരുമാറേണ്ടിയിരുന്നത്? അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർക്കു വേണ്ടി നിലനിന്നു, ആർക്കു വേണ്ടി സംസാരിച്ചു എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി അദ്ദേഹത്തോട് ഒരു കരുണ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം, കാണിക്കേണ്ടിയിരുന്നില്ലേ? തീർച്ചയായും കടുത്ത നീതി നിഷേധത്തിന്റെയും ഭരണകൂട ഭീകരതയുടെയും ഇരയായിട്ടാണ് സ്റ്റാൻസ്വാമി മരണപ്പെട്ടത്. അദ്ദേഹത്തിന് നേരെ ആരോപിക്കപ്പെടുന്ന കുറ്റം പോലും പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കുന്നതിനോ അത് പൊതുസമൂഹത്തിന് മുമ്പാകെ വിശ്വാസയോഗ്യമായി വെളിപ്പെടുത്തുന്നതിനോ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന സാധാരണക്കാർക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ, സമൂഹത്തിലെ അരികു ചേർന്ന് പോയ അല്ലെങ്കിൽ അരികിലേക്ക് തള്ളപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ചുമത്തിയ കുറ്റം തന്നെ വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അന്ത്യവയോധികനായ മനുഷ്യന്റെ ആരോഗ്യനില അപകടകരമായ വിധത്തിൽ ഗുരുതരമാകുമ്പോൾ പോലും ഒരു സാധാരണഗതിയിൽ നൽകേണ്ട മനുഷ്യാവകാശത്തിന്റെ ഒരു പരിഗണനയും ഇല്ലാതെയാണ് ഇനിയും കിടക്ക ഈ ഭീമ കൊറേഗാവ് ജാതി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി പേര്, അതും പ്രായമുള്ള ഇദ്ദേഹത്തോടൊപ്പം തന്നെ പ്രായമുള്ള ആളുകൾ ഇനിയും ജയിലിലാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുകയല്ലേ ഇപ്പോഴും? സാധാരണഗതിയിൽ ഇത്തരം ഭരണകൂടത്തിന്റെ ഈ പറയുന്ന ഭീകരമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ നീതി നിർവഹണത്തിലേക്ക് വരുന്ന സമയത്ത് കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ കോടതിയുടെ ഇടപെടലുകളും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇതിൽ പലരെയും പുസ്തകം വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് UAPA ചുമത്തിയിരിക്കുന്നത്. പുസ്തകം വീട്ടിൽ സൂക്ഷിക്കുന്നത് UAPA അട്രാക്ട് ചെയ്യുന്നതിന് കാരണമാണോ? തീർച്ചയായും സ്റ്റാൻസ്വാമിയുടെ ഇത് മരണമല്ല, ഭരണകൂടം കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു കൊലപാതകമായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. ശരി, നന്ദി ശ്രീ PC വിഷ്ണുനാഥ് പ്രതികരിച്ചതിന്. സാമൂഹ്യ സംഘടനകളെ നിരോധിത സംഘടനയായി മുദ്ര കുത്തിയതിന്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ശ്രീ ഫാദർ സ്റ്റാൻസ്വാമി. അദ്ദേഹമാണ് അന്തരിച്ചു എന്ന വാർത്തകൾ വന്നിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വിജയന്റെയും തമ്പി ദുർഗാദത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് മറിയം റഷീദ ഹൈക്കോടതിയിൽ. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. ജാമ്യം നൽകരുതെന്നാണ് ആവശ്യം. EMS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ.
ധന്യ കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതികൾ നേരത്തെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. S. വിജയനും ഒപ്പം തമ്പി S. ദുർഗാദാസുമാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിൽ തീരുമാനമെടുക്കുമ്പോൾ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ മറിയം റഷീദ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം കൊടിയ പീഡനങ്ങളാണ് തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത്. ഈ ഇരു പ്രതികളും തങ്ങളെ മനഃപൂർവ്വം ദേശദ്രോഹികളാക്കി മാറ്റി ഈ ചാരക്കേസിൽ കൊടുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് അവർക്ക് ജാമ്യം നൽകരുത് എന്നാണ് ആവശ്യം. എന്തായാലും ഇക്കാര്യത്തിൽ വാദം കേൾക്കുമ്പോൾ വിശദമായി പറയാനുള്ള അവകാശം തങ്ങൾ കൂടി നൽകണമെന്നും അഭിഭാഷകൻ മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നു. വ്യാഴാഴ്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കും. തന്നെയാണ്. ശരി, നന്ദി അനേഷ്. വടക്കൻ ജില്ലകളിൽ കോവിഡ് പരിശോധന ശക്തമാക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ജാഗ്രതയോടെ നടപടിയെടുക്കണമെന്ന് കേരളത്തിലെത്തിയ കേന്ദ്ര വിദഗ്ധ സംഘം നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവുകയാണ് നെയ്യാറ്റിൻകരയിലെ ഒരു കൂട്ടം യുവാക്കൾ. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞ 50 ദിവസമായി കോവിഡ് മുന്നണി പോരാളികൾക്കൊപ്പം സജീവമാണിവർ. നെയ്യാറ്റിൻകര MLAയുടെ ബ്രിഗേഡ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ യുവാക്കൾ ഒത്തുകൂടിയത്. കൂടെയുണ്ട് നെയ്യാറ്റിൻകര, കൈവിടില്ല എന്ന മുദ്രാവാക്യവുമായാണ് ഇവർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുന്നതിന് പുറമെ നിർധരരായ രോഗികൾക്കുള്ള സൗജന്യ വാഹനം, ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തൽ, വീടുകളിൽ മരുന്നെത്തിച്ച് നൽകൽ തുടങ്ങി എല്ലാ മേഖലകളിലും സജീവമാണിവർ. കഴിഞ്ഞ 50 ദിവസക്കാലമായി ഏകദേശം 300-ലധികം വരുന്ന വാളണ്ടിയർമാർ രാവിലെയും രാത്രി വരെയും ഈ ഡ്യൂട്ടി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും കോവിഡ് പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഗ്ലൗസ്, മാസ്ക്, PP കിറ്റ് തുടങ്ങിയ ധരിച്ചുകൊണ്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള രോഗികൾക്ക് ആശ്വാസകരമായി അവരുടെ ബന്ധുക്കളെ പോലെ തന്നെ അവരുമായി സഹകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സറിഞ്ഞ് കണ്ട് അത് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണപദാർത്ഥം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഈ വാളണ്ടിയർമാർ ആത്മാർത്ഥമായി ഒരു നയാ പൈസ പോലും പ്രതിഫലമില്ലാതെ അവരുടെ കയ്യിലെ കാശ് ഉപയോഗിച്ച് യാത്ര ചെയ്തു വന്നിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടത്. മണ്ഡല അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 303 യുവാക്കളാണ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇവരുടെ പ്രവർത്തനം. നെയ്യാറ്റിൻകര MLAയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ സ്വയം സന്നദ്ധരായി അണിചേർന്നവരാണ് ഈ കൂട്ടായ്മ. നമുക്ക് വഴിമുക്ക് യൂണിറ്റിൽ 2 വണ്ടിയാണ് നമുക്ക് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 2 വണ്ടിയുടെ പ്രവർത്തനമായിട്ട് നമ്മളിവിടെ 10ഓളം പേഷ്യൻറ്റുകളുടെ ഇടയിൽ തന്നെ നമ്മൾ കൊണ്ടുവരികയും അവിടെ കൂട്ടിരിപ്പുകാരെ അങ്ങോട്ട് വീട്ടിലോട്ട് എത്തിക്കുന്ന ഒരു സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ യൂണിറ്റിൽ തന്നെയാണ് ഇവിടെ കൂട്ടിരിപ്പിന് വേണ്ടിയുള്ള സജീവ പ്രവർത്തനത്തിന് വേണ്ടിയും നമ്മുടെ പ്രവർത്തകരെയും ഇവിടെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നിരവധി പേർ വാഹനങ്ങൾ ഉൾപ്പെടെ സൗജന്യമായി നൽകിക്കൊണ്ട് പിന്തുണയുമായി മുന്നോട്ട് വന്നു. കോവിഡ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധപ്പെടാൻ ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.